ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ടൈഗർ ബാമിൻ്റെ പഴയൊരു ബോട്ടിൽ വെച്ചിട്ട് എങ്ങനെ ഒരു കുങ്കുമച്ചെപ്പ് ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ എടുത്തിരിക്കുന്നത് ഒരു ഫോയിൽ പേപ്പറിൻ്റെ ഒരു ഷീറ്റ് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ എനിക്ക് ഈ ബോട്ടിലിന് ഒരു കുങ്കുമച്ചെപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഭരണിയുടെയൊക്കെ ഒരു ഷേപ്പിൽ വേണം എന്ന് എനിക്കൊരു ആഗ്രഹം. അപ്പോൾ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിനെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെച്ച് കൊടുക്കുവാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്രൊജക്ഷൻ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതിങ്ങനെ ചെയ്യണത്. ഇനി നമ്മളിതിൻ്റെ മുകളിൽ മോൾഡിഡ് ക്ലേ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു ഷേപ്പ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത് കേട്ടോ. ഇതാ ഞാനിവിടെ ഒരു പാക്കറ്റ് മോൾഡിഡ് ക്ലേ എടുക്കുന്നുണ്ട്. അത് രണ്ടും മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ആ ഫോയിൽ പേപ്പറിൻ്റെ മുകളിൽ കവർ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, മോൾഡിഡ് ക്ലേ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ രണ്ടും ഒരേ ഈ ഹാർഡനറും അതുപോലെ ഈ വൈറ്റ് കളറിലുള്ള ഡോയും ഒരുമിച്ച് ഒരേ പോർഷൻസ് എടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് പൗഡറൊക്കെ അപ്ലൈ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു കുങ്കുമച്ചെപ്പ് ചെയ്തെടുക്കണമെന്ന്. അങ്ങനെ ആലോചിച്ച് കിട്ടിയൊരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു കുങ്കുമച്ചെപ്പ് ഉണ്ട്. അത് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 2009 എൻ്റെ കല്യാണം. അന്നേരം ഹസ്ബൻഡ് പെട്ടെന്ന് തന്നെ തിരിച്ച് ജോലിക്ക് കയറേണ്ടി വന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ദിവസമൊന്നും എവിടേക്കും യാത്ര ചെയ്യാനോ പോകാനൊന്നും പറ്റിയിരുന്നില്ല. പിന്നീട് സെക്കൻഡ് ടൈം ആൾ ഗൾഫിൽ നിന്ന് വന്ന ശേഷമാണ് ഞങ്ങൾ മൈസൂർക്ക് ട്രിപ്പ് പോയപ്പം എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ആദ്യമായിട്ടൊരു കുങ്കുമച്ചെപ്പ് മൈസൂരിൽ നിന്നാണ് മേടിച്ചിരുന്നത്. റെഡ് സാൻഡൽവുഡിൻ്റെ ഒരു കുങ്കുമച്ചെപ്പായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അത് നല്ലൊരു ഭംഗിയായിട്ടുള്ള ഒരു കുങ്കുമച്ചെപ്പ് തന്നെയാണ്. ഏകദേശം അതിൻ്റെ ഒരു ഷേപ്പിൽ തന്നെയാണ് ഞാൻ ഈ കുങ്കുമച്ചെപ്പും ചെയ്തെടുക്കുന്നത്. അത് ഞാൻ ലാസ്റ്റിൽ നിങ്ങൾക്ക് ആ കുങ്കുമച്ചെപ്പ് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് അത്. ഞാൻ അത്രയും സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മോൾഡിഡ് ക്ലേ ഞാനിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് ഇത് നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് പരത്തി ഈ ഒരു ഫോയിൽ പേപ്പറിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കവർ ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഷേപ്പ് പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. നല്ല ചന്തമായിട്ട് നമുക്കിത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ക്യാപ്പിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു ഒരു കുഞ്ഞ് ഷേപ്പാക്കിയിട്ട് ഞാനിങ്ങനെ ഫോയിൽ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഒരു ടോമ്പിൻ്റെ ഒക്കെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇനി അതിൻ്റെ മുകളിലേക്കും മോൾഡിറ്റ് വെച്ച് കവർ ചെയ്തെടുക്കാൻ പോവാണ്. ഒരു ആൻറ്റിക് മോഡൽ, ഒരു ഗോൾഡൻ കളറിലൊക്കെയാണ് എൻ്റെ മനസ്സിലൊരു സങ്കല്പം ഈ ഒരു കുങ്കുമച്ചെപ്പ് ചെയ്തെടുക്കണമെന്ന്. അതുപോലെയൊക്കെ വരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് നമ്മളിങ്ങനെ കണ്ടിന്യൂലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് ഇങ്ങനെ വെച്ച് കവർ ചെയ്ത് കൊടുത്തു കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയായിട്ട് നമ്മളത് കവർ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ആ തുമ്പിൽ നമ്മളിതാ ഒരു ആൻറ്റിക് ഗോൾഡ് കളറിലുള്ള ഒരു ബീഡ് വെച്ച് കൊടുക്കുകയാണ്. കണ്ടോ, ഇതിങ്ങനെ വെച്ച് കൊടുത്തു. ഇത് നമുക്കിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, അപ്പോൾ ഏകദേശം നമ്മുടെ കുങ്കുമച്ചെപ്പിൻ്റെ ഷേപ്പൊക്കെ കറക്റ്റ് ആയതുകൊണ്ട് ഇനി ഇത് നമുക്ക് ഡിസൈൻ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ആക്രിലിക് ഗോൾഡ് കളറാണ്. മെറ്റാലിക് ഷെയ്ഡ്, ഗോൾഡൻ ഷെയ്ഡാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ അടിച്ച് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള കുങ്കുമം എനിക്ക് തന്നിട്ടുള്ളത് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായ എൻ്റെ കൊളീഗ് കൂടിയായ ജ്യോതി എന്ന് പറയുന്നൊരു ഫ്രണ്ടാണ് തന്നിട്ടുള്ളത്. അവൾ നോർത്ത് ഇന്ത്യൻ ആണ് കേട്ടോ. അവളുടെ കല്യാണം റീസെൻ്റ്ലി കഴിഞ്ഞപ്പം അവർക്ക് എന്തോ അങ്ങനെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അന്ന് കല്യാണത്തിൽ പങ്കെടുത്തവർക്കൊക്കെ കുങ്കുമം കൊടുക്കുന്നൊരു ചടങ്ങുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് കൊടുക്കുന്ന കുങ്കുമമാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള. നല്ലൊരു കളറാണ് കേട്ടോ കുങ്കുമത്തിന്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് നമ്മളിവിടെ ബോട്ടിൽ ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്യുന്നത് മെറ്റാലിക് ഗോൾഡിൻ്റെ ഗ്ലാസ് ലൈനറാണ് നമ്മൾ യൂസ് ചെയ്യണത് കേട്ടോ. എനിക്കതൊരു തിക്നെസ്സിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗ്ലാസ് ലൈനർ തന്നെ യൂസ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഒരു മെറ്റാലിക് ഗോൾഡ് ഷെയ്ഡിലുള്ളത് ഇതിൻ്റെ മുകളിൽ ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, അപ്പോൾ ഓരോ ഷേപ്പ് നമ്മുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പ് നമുക്കിങ്ങനെ കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് രാത്രി കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങിയൊരു സമയത്ത് നോക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് ചെയ്ത് തീർക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസ് ഒന്നും കൊടുക്കുന്നില്ല. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഡിസൈൻസ് കൊടുക്കാവുന്നതാണ് കേട്ടോ.
അപ്പോൾ ഞാനിത് പെട്ടെന്ന് തീർക്കുകയും വേണം. ഒത്തിരി സമയമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്തെടുക്കുവാണ് കേട്ടോ. എങ്കിലും ഞാൻ വിചാരിച്ച ഒരു രീതിയിലൊക്കെ എനിക്കിത് ചെയ്തെടുക്കാൻ പറ്റി. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇത് ചെയ്തെടുത്തിട്ട്. അപ്പോൾ അത് നമുക്കിങ്ങനെ ഒരു എസ് ഷേപ്പാണ് ഞാനിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്റ്റോൺസ് വെച്ച് കൊടുക്കാം. ഞാൻ ഈ ഒരു സ്റ്റോണ് ഇതെങ്ങനെ എന്താ പറയുക, നമുക്ക് ഈ മോളിഡ് ക്ലേയിൽ നന്നായി സ്റ്റിക്ക് ചെയ്തിരിക്കും. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ഷൈനിങ് ഉള്ള നല്ല ഒറിജിനൽ സ്റ്റോൺസ് ആണ് കേട്ടോ ഇത്. ഇത്തിരി റേറ്റ് കൂടുതലുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റോണിന്. ഇത് ഞാൻ വേറൊരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കസ്റ്റം ഓർഡർ ഉണ്ടായിരുന്നു, എനിക്കൊരു ബുദ്ധയുടെ വർക്ക്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഞാൻ മേടിച്ച ഒരു സ്റ്റോണാണ് കേട്ടോ ഇത്. അതിൽ കുറച്ച് ബാക്കി വന്നിരുന്നു. അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു എന്താ പറയുക, ഗോൾഡൻ കളർ അല്ലെങ്കിൽ ഒരു ബ്രോൺസ് കളർ എന്നൊക്കെ പറയാം, ആ ഒരു ഷെയ്ഡിലാണ് ഈ ഒരു സ്റ്റോണ് ഇരിക്കുന്നത്. ഇനി ഞാനിങ്ങനെ നമുക്ക് എങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാവോ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാനിതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോൾഡൻ ലൈനർ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് 11 ഇയേഴ്സ് കഴിഞ്ഞു. ഇപ്പോൾ 12th ഇയറിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഈ സിന്ദൂരം ഉപയോഗിക്കാറുണ്ട്. വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ എന്തായാലും ഞാൻ ഇടാറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കസ്റ്റമാണ് കേട്ടോ ഈ സിന്ദൂരം ഇടുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു കുങ്കുമച്ചെപ്പിന് ഇത്രയും ഇമ്പോർട്ടൻസ് വരാനുള്ള കാരണം. അപ്പോൾ അതാ ഇനി നമ്മൾ നമ്മുടെ ബോട്ടിലിൻ്റെ താഴേക്കുള്ള ഭാഗത്ത് ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. അതിൻ്റെ സെൻറ്ററിലേക്ക് ഞാൻ ഓരോ സ്റ്റോൺസ് വെച്ച് കൊടുക്കാനാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഫസ്റ്റത്തെ കാണിക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് മേടിച്ചെന്ന ബോട്ടിലായിരുന്നു, റെഡ് സാൻഡൽവുഡിൽ ചെയ്തത്. ഏകദേശം ആ ഒരു ഷേപ്പിൽ തന്നെയാണ് ഞാൻ ഈ ഒരു കുങ്കുമച്ചെപ്പും ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. കണ്ടോ, ആ ഒരു സ്റ്റോണിന് നല്ല ഗ്ലേസിങ് ആണ്. ലൈറ്റൊക്കെ അടിക്കുമ്പോൾ ഇങ്ങനെ ഗ്ലെയർ പാസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഒരു ഫ്ലാഷ് പോലെയൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും കേട്ടോ.